ഇതിലൊന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട്, ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സിപിഐയും സിപിഐയുമായി ബന്ധപ്പെട്ട സംഘടനകളും ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. സിപിഐ ഈ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് എൽഡിഎഫിന്റെ കൺവീനർ പ്രഖ്യാപിച്ചത്. അപ്പോൾ എൽഡിഎഫ് ഈ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ ഒരു ക്ഷമ മാധ്യമങ്ങൾ കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. പക്ഷെ ഒരു വട്ടം വേണ്ട എന്ന് തീരുമാനിച്ച പദ്ധതി വീണ്ടും അത് സ്വീകരിക്കാം, വഴങ്ങാം എന്നൊരു ആലോചനയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ? ഈ ചോദ്യവും എൽഡിഎഫിന്റെ യോഗത്തിൽ അവർ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിപിഐ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണം എന്നുള്ളത്, ഈ ചോദ്യത്തോട് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് എന്ത് സിപിഐ എന്നാണ്. അതായത് ഈ എൽഡിഎഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷി എന്ന നിലയിൽ സിപിഐയുടെ അല്ലെങ്കിൽ സിപിഐ മുന്നോട്ട് വയ്ക്കുന്ന ആ വിയോജിപ്പുകളെ പരിഗണിക്കാത്ത തരത്തിലേക്കാണോ സിപിഐഎമ്മിന്റെ പ്രതികരണങ്ങൾ വരുന്നത്? ഇല്ല, സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയതായി നിങ്ങൾ പറയുന്ന ഈ പ്രതികരണം നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിപിഐ എന്ന് പറഞ്ഞാൽ സിപിഐഎമ്മിന്റെ ഒപ്പം ഇന്ത്യയിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ സിപിഐയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ സിപിഎമ്മിനോടൊപ്പം സിപിഐക്കും സിപിഐഎമ്മിനും ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അല്ല, ഈ പ്രതികരണം നിങ്ങൾ പറയുകയാണ്, എന്നിട്ട് ഉചിതമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് എന്റെ ഒരു പ്രതികരണത്തിന് അല്ല, അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ തമ്മിൽ വേണ്ട. ഫണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വാങ്ങിയെടുക്കുകയാണ് വേണ്ടത്, അതല്ലാതെ വലിയ വിമർശനങ്ങൾക്കിടയായ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുകയാണോ വേണ്ടത്? അല്ല, ഇവിടെ ഒന്നാമത്തെ വിഷയം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ച ചെയ്ത് ഭരണഘടന ആദ്യം അംഗീകരിക്കുമ്പോൾ സംസ്ഥാന പട്ടികയിലായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട സന്ദർഭത്തിലാണ് ഏകാധിപത്യ നടപടികളുമായി ശ്രീമതി ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോകുന്ന സമയത്താണ് സംസ്ഥാന പട്ടികയിലായിരുന്ന വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റ്, സമവർത്തി പട്ടിക എന്നോ മറ്റോ പറയാം, അതിലേക്ക് മാറ്റിയത്. സമവർത്തി പട്ടികയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താം, പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം. കൺകറന്റ് ലിസ്റ്റുള്ള വിഷയത്തിന്മേൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താം. പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ടായാൽ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് നിൽക്കുക. ഫലത്തിൽ സംസ്ഥാന നിയമങ്ങൾക്ക് പ്രാബല്യമില്ലാത്ത ഒരു അതിക്രമം വിദ്യാഭ്യാസത്തോട് അടിയന്തരാവസ്ഥക്കാലത്ത് കാണിച്ചതിന്റെ ഒരു അപകടമാണ് ഇപ്പോൾ തുടരുന്നതെന്നുള്ളത് എന്റെ കോൺഗ്രസ് സുഹൃത്തുക്കളും മനസ്സിലാക്കണം. കേന്ദ്രം ബിജെപി ഗവൺമെന്റ് ഇപ്പോൾ സംസ്ഥാനങ്ങളെ മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും മോശമായ വിധത്തിൽ ഫിസ്ക്കൽ പവർ ഈ ജിഎസ്ടിയിലൂടെ നികുതി വരുമാനം സിംഹഭാഗവും കേന്ദ്രത്തിന്റെ കയ്യിൽ വന്നിട്ട് അത് വിഭജിച്ചു കൊടുക്കേണ്ടതാണ്. ധനകാര്യ കമ്മീഷന്റെ ചുമതലയുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ വരുതിയിൽപ്പെടുത്താനും ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ സംസ്ഥാനങ്ങൾ പെരുമാറിക്കൊള്ളണം, ജീവിച്ചുകൊള്ളണം എന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതിനെതിരായിട്ടുള്ള ഉറച്ച നിലപാടും പോരാട്ടവുമാണ് സിപിഎമ്മും സിപിഐയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒക്കെ പിന്തുടരുന്നത്. അതേസമയം ഈ ഗവൺമെന്റുകൾക്ക് പ്രവർത്തിച്ചു പോകുകയും വേണം. കേന്ദ്ര ഗവൺമെന്റ് ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന് ഒരു അധികാരവും ഇല്ല, കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എൻഗേജ്മെന്റ് വേണം. ഈ സാഹചര്യത്തെ
ക്രിയാത്മകമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കുക എന്ന് വെച്ചാൽ അത് ഇടത് നയത്തിന് വിരുദ്ധമായ ഒരു കാര്യം. അതെ, ഈ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വ്യത്യസ്ത പദ്ധതികളിലായി പണം വിനിയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഈ NEP അംഗീകരിച്ചുകൊണ്ടല്ല, NEPയിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക.